ഒരു കാര്യം ചെയ്യാൻ ആ പെണ്ണിനെ എങ്ങനെ തോന്നിയെന്തോ. എനിക്കും അതാ ഒന്നും മനസ്സിലാകാത്തത്. മാഡത്തിനൊന്നും സംഭവിക്കരുതേ ദൈവമേ. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാതെ വന്നാൽ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല, നീ വെറുതെ വിഷമിക്കണ്ട. ദാ മോൻ വിളിക്കുക. എന്താ മഹേന്ദ്ര, എങ്ങനുണ്ടാ പെണ്ണിന്? ഡോക്ടേഴ്സ് മഹേശ്വരി കുടിച്ച വിഷം മുഴുവനും പുറത്തെടുത്ത് കഴിഞ്ഞു വച്ചാ. കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിലെത്തും. അവൾക്കൊരു കുഴപ്പമില്ല. ശരി മോനെ, വേഗം വാ. എന്താ അവൻ പറഞ്ഞത്? ഒന്നും പറ്റിയില്ല, കഴിച്ചതൊക്കെ പുറത്തെടുത്തു. എത്രയും വേഗം അവരിങ്ങ് എത്തിക്കോളും. അയ്യോ, എന്തായാലും നന്നായി. ദൈവമേ, മാഡത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ. വിചാരിച്ച പോലെ തന്നെ നടന്നു. ഈ കാണിച്ചതൊക്കെ മഹേശ്വരി മാഡത്തിന്റെ പ്ലാനാണെന്ന് ഈ വീട്ടുകാരോട് പറയാന്ന് വിചാരിച്ച ചേച്ചിയാണെങ്കി അങ്ങനെ വേണ്ടാന്നും പറഞ്ഞു. അല്ല, ചേച്ചി എന്തിനാ വേണ്ടാന്ന് പറഞ്ഞ്? എന്തെങ്കിലും ആവട്ടെ. ഈ ദീപം വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. കാറ്റിൽ അത് സ്വയം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹായ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. യമപുരിയിലേക്ക് പോകുമ്പോൾ ഒരു 4 ദീപം കൂടി നമ്മോടൊപ്പം കൊണ്ടുപോകണം. കാറ്റിൽ ഇത് നന്നായി ചലിക്കും. ആ സുരക്ഷാവീരൻ നമ്മെ ഇവിടെ തനിച്ചാക്കിയിട്ട് എവിടേക്കാണ് പോയത്? അല്ലയോ സുരക്ഷാവീര, എവിടെയാണ് നീ സുരക്ഷാവീര? എന്താ ഈ സുരക്ഷാവീരൻ മറ്റൊരു സുരക്ഷാവീരനുമായി വന്നിരിക്കുന്നുവോ? സാറേ, ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്നലെ രാത്രി കൂട്ടിക്കൊണ്ട് വന്നത് മുതല് മോതിരം, മകള്, യമപുരി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേടോ അയാള് കള്ളവാ പറയുന്നതെന്ന്. ഇയാളെ കൊണ്ട് എങ്ങനെയാ സത്യം പറയിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറ് ഇയാൾക്ക് കറക്റ്റ് ആയിരിക്കും എനിക്കറിയാം. അതാ ഞാൻ സാറിനെ തന്നെ വിളിച്ചത്. ക്രിമിനൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നീ ഇപ്പൊ എന്നെ കണ്ട് പഠിച്ചോളണം. വന്നാലും 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 സുരക്ഷാവീരരെ പീഠത്തിലിരിക്കുക. ഏയ്, ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓഫീസറാ. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. അങ്ങനെയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ഉത്തരം പറഞ്ഞോളണം. മനസ്സിലായോ? നമുക്കറിയാവുന്നത് പറയാം, ചോദിച്ചോളൂ. നിന്റെ പേരെന്താ? ചിത്ര വിചിത്രഗുപ്തൻ. വളരെ വിചിത്രമായി തോന്നുന്നുവല്ലേ? ഇപ്പോഴിവിടെയുള്ള മനുഷ്യരെല്ലാം നമ്മെ ലളിതമായി CV ഗുപ്ത എന്ന ചുരുക്കെഴുത്തിലാണ് വിളിക്കാറ്. എനിക്ക് ചിത്രഗുപ്തനെ അറിയാം, പക്ഷെ നിന്നെ അറിയില്ലല്ലോ. അദ്ദേഹം നമ്മുടെ പിതൃപിതാമഹനാണ്. അങ്ങനെയെങ്കിൽ വിചിത്രഗുപ്തൻ നിന്റെ അച്ഛനാണോ? നിങ്ങളെ കണ്ടിട്ട് നമ്മുടെ യമകിങ്കരന്മാരെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ ഭയങ്കര തമാശക്കാരനാ. നമ്മുടെ പിതൃപിതാമഹന്റെ പേരും നമ്മുടെ പിതാവിന്റെ പേരും കൂടി ചേർത്ത് നമുക്ക് ഈ പേരാണ് നൽകിയിട്ടുള്ളത്. എന്താണോ എന്റെ മുന്നിൽ കോമഡി അവതരിപ്പിക്കുകയാണോ? എന്ന് വെച്ചാൽ എന്താ? ഹാസ്യം. ഓ, ഹാസ്യമോ? നിങ്ങളോട് എനിക്കെന്ത് ഹാസ്യം? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന് ഉത്തരങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അല്ല നേരെ മുകളിലേക്ക് അയക്കണോ? മനുഷ്യ, അങ്ങോട്ട് പോകാൻ തന്നെയാണ് നാം ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നത്. ഈ വിരലിലെ മോതിരമില്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അത് എടുക്കാൻ വേണ്ടിയാ രാജ്യസുരക്ഷാ വീരന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ സുരക്ഷാ വീരൻ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത്. എടോ, വീണ്ടും വീണ്ടും ആ മോതിരത്തെ കുറിച്ച് എന്തിനാണോ പറയുന്നേ? തനിക്ക് ആ മോതിരം എന്തിനാ? സുരക്ഷാ വീരനെ, ഈ സുരക്ഷാ വീരൻ എന്താ സംഭവിച്ചതെന്ന് പറയൂ. എടോ, നിന്റെ ഈ പുരാണ ഭാഷ ഒന്ന് മാറ്റി പിടിക്കണോ? അത് നിർത്താൻ പറ്റില്ല. എന്തിനാ വീട്ടിലോട്ട് കയറാൻ നോക്കിയതെന്ന് ഒന്ന് പറ. മേജറിന്റെ വീട്ടിൽ നിനക്കെന്താടാ കാര്യം? അദ്ദേഹവുമായിട്ട് എനിക്ക് ഒരു കാര്യവുമില്ല. സുരക്ഷാ വീര, നീ വന്ന് കേട്ടോളൂ. ആ വീട്ടില് ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെയാണ് എനിക്ക് അറിയാവുന്നത്. നീ എന്താ ഭൂതത്തെ പിടിക്കുന്നവരാണോ?
അല്ല. ഏയ്! സത്യം പറയേ, നീ എന്ത് ഇൻഫർമേഷൻ ചോർത്താൻ വേണ്ടിയിട്ടാ ആ മേജറിന്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചത്? നീ ഏത് തീവ്രവാദ സംഘടനയാ? അൽ ഖൈദയാണോ, ISI ആണോ? പറയേ. ഞാൻ ചിത്ര ഗുപ്തനാണെന്നും ഞാൻ യമപുരിയിൽ നിന്നാണ് വന്നതെന്നും ആ വീടുമായി എനിക്ക് ഒരു ബന്ധമില്ലെന്നും നമ്മുടെ മോതിരമാണ് നമുക്ക് ആവശ്യമെന്നും അത് കിട്ടിയാൽ നാം യമലോകത്തിലേക്ക് പോകുമെന്നും ഈ സുരക്ഷാ വീരനോട് നാം വന്ന സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കളോടും അത് തന്നെയാണ് നാം പറയുന്നത്. അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആത്മാവിന്റെ കയ്യിലുള്ള മോതിരം ഞാൻ നിനക്ക് വാങ്ങിത്തരണോ അല്ലേ? അപ്പൊ നീ അത് വാങ്ങിയിട്ട് നിനക്ക് നിന്റെ യമലോകത്തേക്ക് പോണോ അല്ലേ? ശരിയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത്. അല്ല സുരക്ഷാ വീര, നമ്മുടെ മോതിരം. ഏയ്! എടോ, ഇവനെ എവിടെന്നാണോ പിടിച്ചത്? ഇവൻ എന്താണോ ഇങ്ങനെ? ഞാൻ എങ്ങനെയാണോ ആത്മാവിന്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങുക? എടാ, ഇവനോ ഒന്ന് ആദ്യം പുറത്തേക്ക് വിടടാ. പുറത്ത് വിട്. നമ്മുടെ മോതിരം. ഇയാള് കള്ളനാ, എങ്ങനെ വിടാനാ? വിടാതെ പിന്നെ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി കളിപ്പിക്കാനോ? പുറത്തിറക്കി വിടറോ? പ്രഭുവേ, ഒന്ന് പോയി ആ തരണം. ശരി. പോ, പോ. ആ സുരക്ഷാ വീര, ഈ സുരക്ഷാ വീരനെ നല്ലൊരു വൈദ്യനെ കാണിക്കണം. ആ, ശരി ശരി. ഉം. ആ, ആ. എടോ ഗിരി, അവനെ പിടിക്കാൻ. എനിക്ക്. എന്താ സുരക്ഷാ വീര, അങ്ങയുടെ മനസ്സ് മാറി എനിക്ക് മോതിരം തിരികെ വാങ്ങി തരാമെന്നാണോ പറയുന്നത്? ഇവന്റെ കയ്യിലുള്ള മോതിരവും ആഭരണങ്ങളും എല്ലാം ഊരി വാങ്ങിയിട്ട് പുറത്തിറക്കി വിട്ടേക്ക്. ആഭരണങ്ങൾ റിക്കവറിക്ക് വരുന്നത് വരെയും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവണം. ആ, ശരി സർ. സുരക്ഷാ വീര, നമ്മുടെ കൈവശമുള്ള മോതിരവും ആഭരണങ്ങളും എല്ലാം നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷേ ആ ആത്മാവിന്റെ കൈവശമുള്ള നമ്മുടെ മോതിരം മാത്രം വാങ്ങിത്തന്നാൽ നാം യമപുരിയിലേക്ക് പോയിക്കൊള്ളാം. ഇവൻ ഇനി എന്റെ കൺമുന്നിൽ നിൽക്കാൻ പാടില്ല. വേഗം പറഞ്ഞേക്കേ. ഭ്രാന്ത് 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 പിടിപ്പിക്കുക എന്നെ. നാം പൊയ്ക്കൊള്ളാം. സുരക്ഷാ വീര, ഇദ്ദേഹത്തെ വൈദ്യനെ കാണിക്കാൻ മറക്കരുതേ. അദ്ദേഹത്തിന് ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നാ തോന്നുന്നത്. എന്തിനായിരിക്കും മഹേശ്വരി വിഷം കഴിച്ചത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഭ്രാന്ത് 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 പിടിപ്പിക്കുക എന്നെ. നാം പൊയ്ക്കൊള്ളാം. സുരക്ഷാ വീര, ഇദ്ദേഹത്തെ വൈദ്യനെ കാണിക്കാൻ മറക്കരുതേ. അദ്ദേഹത്തിന് ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നാ തോന്നുന്നത്. എന്തിനാ മഹേശ്വരി വിഷം കഴിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ശ്രദ്ധിച്ചു മഹേശ്വരി. ലീല, മഹേശ്വരിക്ക് ജ്യൂസ് ഉണ്ടോ? ശരി സാറേ, എനിക്കൊന്നും വേണ്ട മഹേന്ദ്ര. മോളെ, നിനക്ക് എന്ത് വിഷമം ഉണ്ടായിട്ടാ മരിക്കാൻ തീരുമാനിച്ചേ? പറയേ, ചോദിക്കുന്നത് കേട്ടില്ലേ? നീ മിണ്ടാതിരിക്കുന്നത് എന്താ? ആത്മഹത്യ ചെയ്യേണ്ട എന്ത് വിഷമമായിരുന്നു നിനക്ക്? ഇങ്ങനെ ചെയ്താ നിന്റെ ഫ്രണ്ടിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? അത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്ത. എനിക്കൊരിക്കലും ഇവിടെ സമാധാനം തരില്ലല്ലോ. സോറി ആന്റി. സോറിയുടെ ആവശ്യമൊന്നുമില്ല മോളെ. പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്രമാത്രം വിഷമിക്കുമെന്ന് നിനക്കറിയാമോ? അതെ മാഡം, കറക്റ്റ് സമയത്ത് ലീല കണ്ടതുകൊണ്ട് അപകടം ഒഴിവായി. അല്ല ലീല, ആരോ പറഞ്ഞതുപോലെ തക്ക സമയത്ത് നീ എങ്ങനെയാ മാഡത്തിന്റെ റൂമിലെത്തിയത്? ജീവൻ പണയം വെച്ച എല്ലാം പ്ലാൻ ചെയ്തത്. ഈ രാഘവനെല്ലാം കൊളമാക്കുമല്ലോ. അതെന്താ ഇങ്ങനെ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. അത് പിന്നെ ലീല, ഒരു മിനിറ്റ്. നോക്ക് മഹേശ്വരി, നിന്നോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ളതാ. നിനക്ക് കുടുംബമില്ലെങ്കിലും നിന്റെ കൂടെ സഹായത്തിന് ആരും ഇല്ലായിരുന്നിട്ട് പോലും നീ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇതുവരെ എത്തി. ജീവിതത്തിൽ കഷ്ടപ്പെട്ട ഓരോ സന്ദർഭങ്ങളിലും
നീ പോരാടി ജയിച്ചിട്ടുണ്ട്. ആരും മനസ്സിന് കട്ടിയില്ലാത്തവളാ, പെട്ടെന്ന് പേടിക്കും. പക്ഷേ നിന്റെ മനസ്സ് വളരെ സ്ട്രോങ് ആണെന്നാ ഞാൻ കരുതിയെ. എന്നിട്ടും നീ ഇങ്ങനൊരു കാര്യം ചെയ്തത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരൊറ്റ കാര്യത്തോടു കൂടി നീ എൻ്റെ കണ്ണില് ഒരു മതിപ്പില്ലാത്തവളായി മാറി. ഐ എം സോ സോറി മഹേന്ദ്ര. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അയ്യോ, മാഡത്തിന്റെ അഭിനയം കലക്കി. നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ എങ്ങനെ വിഷമിക്കാതിരിക്കും മോളെ? അതിരിക്കട്ടെ, നീ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അത് പിന്നെ അത് ഒന്നുമില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ വിഷമം ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോടെങ്കിലും പറഞ്ഞാലല്ലേ നമ്മുടെ വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാവൂ. പറ മോളെ, എന്താ സംഭവിച്ചത്? പറയൂ കുട്ടി. ഇന്നലെ രാത്രി മഹേന്ദ്രൻ എൻ്റെ അടുത്ത് വന്ന് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ മഹേശ്വരി, ഇനി നിനക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ച് എനിക്ക് ഉറക്കം പോലും വന്നില്ല. ആര് പോയതിനു ശേഷം എനിക്ക് ഈ ലോകത്തിന് ആരാന്ന് ആലോചിച്ചപ്പോ ഒരുത്തരം എനിക്ക് കിട്ടിയില്ല. ഇവിടുന്ന് പോയാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ ജീവിക്കേണ്ടത്. ഇത്ര നാളും ആരും എനിക്ക് തുണയായിരുന്നത് കൊണ്ട് എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നു. ഇപ്പൊ അവൾ എന്റെ കൂടെയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെട്ടെന്ന് അങ്ങനെ പോവാനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് തന്നെ മനസ്സിലായില്ല മഹേന്ദ്ര. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് മഹേന്ദ്ര? മഹേന്ദ്രൻ, കുട്ടികൾ, അങ്കിൾ, ആന്റി, നിങ്ങളല്ലാതെ സ്വന്തം എന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല മഹേന്ദ്ര. എനിക്കെന്ന് പറയാൻ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ആരുവിന്റെ അടുത്തേക്ക് പോകാമെന്നൊരു തീരുമാനം ഞാൻ എടുത്തത്. ബുദ്ധിയില്ലാത്ത കുട്ടി, ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയാണോ ഒരു തീരുമാനം എടുക്കേണ്ടത്? ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നോ? അതല്ല. എനിക്ക് മനസ്സിലായി മഹേശ്വരി. ഞാൻ നിന്റെ ജീവിതം, ഈ വീടും എൻ്റെ കുട്ടികളും കാരണം ഇല്ലാതാവരുതെന്ന് കരുതിയ ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് ആരും ഇല്ലെന്ന് ഇനി ഒരിക്കലും വിചാരിക്കണ്ട. നിനക്ക് ഞാനുണ്ട്. എൻ്റെ മക്കളുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. ഈ കുടുംബം തന്നെ നിന്റെയാ. എനിക്ക് ആരും എങ്ങനെയാണോ അതുപോലെയാണ് നീ. നീ എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രയും നാളും നിനക്കിവിടെ നിൽക്കാം. രാഘവ,
ഓക്കെ സാർ. ടേക്ക് കെയർ. ഏട്ടാ നോക്കുമോളെ, നീ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ തെറ്റുകൊണ്ട് നിന്നോട് ചിലപ്പോൾ ദേഷ്യം കാണിച്ചു എന്നല്ലാതെ നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല മോളെ. മഹേശ്വരി, ഇത് നിന്റെയും കൂടെ വീടാണെന്ന് വിചാരിച്ചോ? നിന്നെ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഞങ്ങൾ ആരും പറയില്ല. ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്, കേട്ടല്ലോ? ശരി ആന്റി, താങ്ക് യു. ലീലേ, മഹേശ്വരിയുടെ കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് നോക്കിക്കോണം. ശരി സാറേ. സൂക്ഷിക്കണേ മോളെ. അമ്മോ, നല്ലോണം അഭിനയിച്ച് മാഡം എല്ലാവരും വശത്താക്കി എടുത്തു. ഈ മാഡം കില്ലാടി തന്നെ, സംശയമില്ല. അവളെന്താ എന്നെ അങ്ങനെ നോക്കിയിട്ട് പോയത്? രാവിലെ മുതൽ അങ്ങനെ തന്നെയാ നോക്കുന്നത്. അവൾക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നുന്നേ. വലിയ കാര്യം. അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പിന്നെ അവൾ എന്ത് ചെയ്യാനാ? എന്നാലും നമുക്ക് വേണ്ടവരെയൊക്കെ നമ്മൾ വശത്താക്കി കഴിഞ്ഞല്ലോ, അത്രേ മതി. നീ മാറില്ല മഹി. ഇത്രയും നാളും ഞാൻ നിന്റെ ശരിയായ മുഖം കാണാതെ പോയല്ലോ. ഛെ. ആന്റി, കുട്ടികള് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു. എന്തായിരിക്കും? അമ്മോ, അഞ്ജലി, നിങ്ങളെയൊക്കെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നിങ്ങളൊക്കെ എന്റെ ജീവന. സോറി ആന്റി. എന്തിനാമോ? ആന്റി മനഃപൂർവ്വം ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു ഞങ്ങള് വിചാരിച്ച. അതെ മോളെ, ഏർലി മോർണിംഗ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ആന്റി ഞങ്ങളെ ദ്രോഹിക്കുകയാണെന്നാ വിചാരിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് തന്നത് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് ഇല്ലാതാക്കാനാണെന്ന് വിചാരിച്ചു. അഞ്ജലിയുടെ സീറോ മാർക്കിനെ കുറിച്ച് ആന്റി ഡാഡിയോട് പറഞ്ഞപ്പോ പോലും ഞങ്ങൾക്ക് വഴക്ക് വാങ്ങി തരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാ മനസ്സിലായ ഞങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാണെന്ന്. ഞങ്ങളുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങളെ വിട്ട് പോവാൻ ഇഷ്ടമല്ലാത്തോണ്ട് സ്വന്തം ജീവൻ പോലും കളയാൻ തീരുമാനിച്ചില്ലേ? ആന്റിയുടെ സ്നേഹം ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അഞ്ജു, അമ്മു, മഹേശ്വരി വിശ്വസിക്കാതിരിക്കുക. അവള് നല്ലവളല്ല. സ്നേഹം ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുന്ന മക്കളെ. നിങ്ങളുടെ അമ്മ ഉള്ളിലെ സ്നേഹം ഡയറക്റ്റ് ആയിട്ടാണ് പ്രകടിപ്പിക്കാറ്. നിങ്ങളുടെ ഡാഡി എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടിരിക്കും എന്ന് കരുതി മഹേന്ദ്രന് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് അർത്ഥമുണ്ടോ? എനിക്കായാലും മഹേന്ദ്രനായാലും ഒരേ ഒരു പേടിയേ ഉള്ളൂ, നിങ്ങളൊരു പക്ഷേ പഠനത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഉഴപ്പി നടന്നു കളയോന്ന്. അയ്യോ അയ്യോ അയ്യോ, നിങ്ങളോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി പെരുമാറിയത് കൊണ്ട് നിങ്ങൾ എന്റെ മക്കളല്ലാതാവുന്നുണ്ടോ? നിന്റെ കുട്ടികളോ? എന്റെ കുട്ടികള് നിന്നെ. സോറി ആന്റി. ഇപ്പൊ ആന്റിക്ക് എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല മോളെ. മഹേന്ദ്രനും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ലാന്ന്. ഇനി ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. ഇനി മുതൽ ഈ വീട്ടിൽ അരുന്ധതിയില്ലാത്ത കുറവ് ഞാൻ ഉറപ്പായി മാറ്റും.
ഞാൻ മാറ്റിയിരിക്കും. ശരി ശരി, ഇന്ന് ഞാൻ കാരണം നിങ്ങൾക്ക് ലീവ് എടുക്കേണ്ടി വന്നു. ഐ എം സോ സോറി. നിങ്ങൾ പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ശരി ആന്റി. അല്ല ആന്റി, ആന്റി ഇല്ലേ ഞങ്ങളിവിടെ നോക്കാനായിട്ട്? ആ കെയർ ടേക്കർ എന്തിനാ? പറഞ്ഞു വിട്ടേക്ക്.